ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് സംശയങ്ങളുള്ളത്. ഒന്ന്, ഭഗവാന്റെ ആ പൂണുനൂല് പറഞ്ഞുവല്ലോ, ബ്രഹ്മസൂത്രം ത്രിവൃത്സ്വരം, ഈ രൂപം ഒന്നുകൂടെ വേഗത്തിൽ പറയാം. ഈ രൂപം പറയുമ്പം നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കൂടെ, ക്ഷേത്രങ്ങളുടെ പ്രസക്തി എന്താണ്? വാസ്തവത്തിൽ നമ്മളിതെല്ലാം നന്നായി അറിയേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. എന്തിനു വേണ്ടിയായിരുന്നു ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്? ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എത്രമാത്രം സമൂഹത്തിൽ പ്രസക്തിയുണ്ടോ, അതുപോലെ നമ്മുടെ ജനതയെ ഒരു കാലത്ത് എല്ലാം പഠിപ്പിച്ചിരുന്ന വലിയൊരു സങ്കേതമായിരുന്നു ക്ഷേത്രം. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്, സങ്കേതമാണ്, സ്ഥാപനമായിരുന്നു ക്ഷേത്രം. അപ്പോൾ നമ്മളെ എല്ലാ വിധത്തിലും, ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മുടെ എല്ലാം എത്തി നിൽക്കുന്നത് ക്ഷേത്രത്തിലാണ്. നിങ്ങൾ ഇന്ത്യൻ കലയെ എടുത്തോളൂ, ആർട്ട് ഫോം, അത് ചിത്രകലയാകട്ടെ, അത് വാസ്തുശില്പമാകട്ടെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ സംഗീതമാകട്ടെ, എല്ലാം തന്നെ എല്ലാ കലകളും ക്ഷേത്രത്തിൽ നിന്നാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. ഏത് കലയാണ് ക്ഷേത്രവുമായി ബന്ധമില്ലാത്തത്? ഇന്ത്യയിൽ എല്ലാം, ഇന്ത്യയിൽ ഉള്ളതുപോലെ ഇത്രയും ഒരു സമ്പത്ത് ലോകത്ത് വേറെ ഒരിടത്തും ഇല്ല. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാദ്യ ഉപകരണങ്ങൾ, അത് സുഷിരവാദ്യങ്ങളാണെങ്കിലും അല്ലാത്ത വാദ്യങ്ങളും, അതൊക്കെ എത്ര വെറൈറ്റിയാണ്. എല്ലാം ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത്. ക്ഷേത്രം ഇത്തരത്തിൽ വലിയൊരു കലാകേന്ദ്രവും കൂടിയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഉദ്ഭവം അവിടെയായിരുന്നു. ഈവൻ ഭക്ഷണം പോലും ഏറ്റവും വിഭവസമൃദ്ധമായ സദ്യ, വൈവിധ്യങ്ങളായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ രൂപപ്പെടുത്തിയത് നമ്മൾ ഭഗവാന് എന്ന സങ്കല്പത്തിലാണ്. ഇന്നും അമ്പലപ്പുഴ പാൽപ്പായസവും കൊട്ടാരക്കര ഗണപതിയുടെ അപ്പവും, പല ക്ഷേത്രങ്ങളിലെ തിരുവാർപ്പ് ഒഷപ്പായസവും, ഇങ്ങനെ പലതും വിഭവസമൃദ്ധമായ സദ്യ ഭഗവാന് രുചിച്ചു നോക്കാതെ അതിൻ്റെ കേവലം ഗന്ധം മാത്രം അറിഞ്ഞ് പാകം ചെയ്തിരുന്ന പാചക പ്രമാണിമാർ, പ്രാവീണ്യമുള്ളവർ, അതൊക്കെ ഇതിൻ്റെ മുന്നിലാണ്. അതുപോലെ നമ്മൾ രൂപപ്പെടുത്തിയ നമ്മുടെ നിർമ്മാണത്തിലുള്ള നമ്മുടെ കഴിവ് ഏറ്റവും മനോഹരമായിരിക്കുന്നത് ക്ഷേത്രങ്ങളായിരിക്കും. ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് ഒക്കെ ക്ഷേത്രങ്ങളുടെയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ടത്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് നമുക്കിത് പഠിപ്പിച്ചു തരാനുണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ പണ്ട് കാലത്ത് ഈ ധർമ്മത്തെയായിരുന്നു സമൂഹത്തിന് നൽകിയിരുന്നു. ക്ഷേത്ര ഉത്സവമാണ് ആ നാടിൻ്റെ ഉത്സവം. ക്ഷേത്രത്തിൻ്റെ ഭൂമിയായിരുന്നു ആ നാടിൻ്റെ ഭൂമി. എല്ലാവരും വിളവെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഭഗവാനാണ് സമർപ്പിക്കുക. ഭഗവാനാണ് അതിൻ്റെ അധിപൻ. എങ്ങനെയാണോ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു അധിപനായിട്ടുള്ള ഭഗവാനാണ് ആ നാടിനെ പരിരക്ഷിച്ചു പോകുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ വികസന കാര്യങ്ങളും നാടിൻ്റെ വിറ്റുവരവും എന്നത്തെ വരുമാനവും എല്ലാം ഭഗവാന്റെ മുന്നിലാണ് വായിച്ചു കൊണ്ടിരുന്നത്. അത് പ്രധാനമന്ത്രി എന്ന പോലെ എങ്ങനെയാണോ PMOൻ്റെ ഓഫീസിൽ അതിൻ്റെ അഡ്വൈസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന പോലെ രാജാവ് ഭഗവാന്റെ സെക്രട്ടറി ആയിരുന്നു. ആ ഭഗവാന് മുന്നിൽ നിന്നിട്ട് ഇതെല്ലാം പറയും. ഇതുപോലത്തെ ഒരു ഭരണ സംവിധാനം തന്നെയായിരുന്നു നമ്മൾ ഈ ക്ഷേത്രവുമായി ചിട്ടപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ വലിയ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ആ നടയിൽ 1-2 പേർക്ക് നിൽക്കാനേ സ്ഥല സൗകര്യമുള്ളൂ. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെയാക്കിയത്? അവിടെ രാജാവും അങ്ങനെയുള്ളവരെ നിൽക്കുള്ളൂ. വലിയൊരു ആൾക്കൂട്ടത്തെ ക്ഷേത്രം ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ ഉള്ള സംവിധാനത്തിലല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ. പലരും ഇന്ന് പറയുന്നത് ഇതെന്ത് ക്ഷേത്രം ഇങ്ങനെ,
ഈ ഗുരുവായൂരൊക്കെ കണ്ടോ, ഒരു 500 ആളെ പോലും മര്യാദയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചും കൂടെ വലുതായിട്ടൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചിലർ അതിന് പള്ളിയെ ഉദാഹരിക്കും. പള്ളിയുടെ കണ്ടോ അങ്കണമൊക്കെ അവിടെ എത്ര വലിയത്, അങ്ങനെ ഒരു ഭാവത്തിലല്ല നമ്മുടെ ക്ഷേത്രങ്ങളെ രൂപകൽപ്പന ചെയ്തത്. അവിടെ ഒരാൾ മാത്രം എന്ന് പറഞ്ഞാൽ രാജാവാണ് അത് പറയുക. അതുകൊണ്ട് ക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഇത്ര സ്വത്തിരിക്കുന്നത്? നാടിൻ്റെ ആയിരുന്നു അത്. രാജാക്കന്മാരൊരിക്കലും നിങ്ങൾ കോട്ടകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജാവ് താമസിക്കുന്ന സ്ഥലത്തിന് കോട്ടകളില്ല ഒരു രാജാവിൻ്റെ. ക്ഷേത്രങ്ങൾക്കാണ് കോട്ടകളുള്ളത്. എവിടെയൊക്കെ കോട്ടയുണ്ടോ അതൊക്കെ ക്ഷേത്രത്തിൻ്റെയാണ്. കാരണം ക്ഷേത്രമാണ് നമ്മുടെ ട്രഷറി എന്ന് പറയുന്നത്. അവിടെയാണ് ഇതെല്ലാം. അപ്പോൾ ക്ഷേത്രങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത്. അപ്പോൾ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് രാജാവ് വിളംബരം പുറപ്പെടുവിപ്പിക്കുന്നത് തന്നെ ക്ഷേത്രം മുതൽ മറ്റ് മതക്കാർ കയ്യേറി, പ്രത്യേകിച്ച് മുസ്ലിം രാജാക്കന്മാരൊക്കെ സ്വത്തിന് വേണ്ടി, സ്വത്ത് അപഹരിക്കുന്നതിന് വേണ്ടി അത് അവരൊരു മതത്തിൻ്റെ മേലങ്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ഉൾപ്പെടുന്നവർ പോലും, ബാബറൊക്കെ അതിൻ്റെ ഒരു അയോധ്യയൊക്കെ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. എത്രയോ സ്ഥലങ്ങൾ ഇങ്ങനെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്ന സ്ഥാപനങ്ങളാണ്. നമ്മളെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ഒക്കെ ആയിട്ട് അവിടുത്തെ സംവിധാനങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇത് തന്നെ നോക്കൂ, ഇത് നമ്മളവിടെ പോയി കാണുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഈ രൂപത്തിലൂടെ നാം കാണുന്നത് അതായിരുന്നു. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇന്ന് ക്ഷേത്രങ്ങൾ അതിൽ നിന്ന്, എല്ലാ ക്ഷേത്രങ്ങളും എന്ന് സ്വാമി പറയില്ല, ചില ക്ഷേത്രങ്ങളും ഒക്കെ അതിൽ നിന്ന് വഴിമാറി കുറേ അന്ധവിശ്വാസങ്ങളെ സമൂഹത്തിൽ നിലനിർത്തുന്നതിനും ആ അന്ധവിശ്വാസങ്ങളെ താലോലിക്കുന്നതിനും അതിലൂടെ ധനം സമാഹരിക്കുന്നതിനുമൊക്കെ എന്താ പറയുക, അത് മാത്രമായി ലക്ഷ്യം. ചിലരൊക്കെ അങ്ങനെയല്ല, ഒരുപാട് ഇത്തരം കാര്യങ്ങളെ ജ്ഞാന ചർച്ചകൾക്ക് വേദിയാകുന്നു ക്ഷേത്രങ്ങൾ. അവിടെ ഭാഗവതവും മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും ഉപനിഷത്തും അത്തരം ജ്ഞാനയജ്ഞങ്ങൾ നടക്കുന്നു. അതൊക്കെ നടക്കേണ്ടുന്ന സ്ഥലം തന്നെയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, സർവോപരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് ഗീതയിലൊരു ശ്ലോകമുണ്ട്. 13-ാം അധ്യായം ആരംഭത്തിലെ ശ്ലോകം. അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരം ഭഗവാൻ പറയുന്നത് അതാണ്. അപ്പോൾ പ്രപഞ്ച ശരീരം, തൻ്റെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് നമ്മളും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ഈ സത്യം ബോധിപ്പിക്കാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയുന്നു. ഇതിലാദ്യം നമ്മൾ പറഞ്ഞത് കൗസ്തുഭമാണ്. കൗസ്തുഭം പ്രപഞ്ചോർജത്തെ, ഈ പ്രപഞ്ചം മുഴുവൻ യാതൊന്നിൻ്റെ ഊർജത്താൽ പ്രഭാവിതമാണോ, യാതൊരു ഊർജത്തെ പ്രപഞ്ചം കടമെടുക്കുന്നുവോ, അതായത് ആ ഊർജത്തിലാണ് കാറ്റ് വീശുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രൻ പ്രകാശിക്കുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, ഓരോന്നും അതിൻ്റെ വ്യാപാരങ്ങളെ അനുഷ്ഠിക്കുന്നത്, ആചരിക്കുന്നത് ആ ഊർജത്തെ ആശ്രയിച്ചിട്ടാണ്. എപ്രകാരം ഇലക്ട്രിസിറ്റിയുടെ അനുഗ്രഹത്താൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുവോ അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാറ്റിനും ഊർജമായിരിക്കുന്നതിനെ ഭാരതീയ ഋഷി ഒരു പേര് കൊടുത്തു, പ്രപഞ്ച ചൈതന്യം. അതിനെയാണ് ഇവിടെ കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതി എന്ന് പറഞ്ഞത്. ആ സ്വാത്മജ്യോതിയെയാണ്, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ കൗസ്തുഭം എന്ന് കാണുമ്പം, കൗസ്തുഭം എന്ന് കേൾക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഉടനെ ഉണ്ടായിരിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരഭൂതമായിരിക്കുന്ന ആ ശക്തിവിശേഷത്തെ. തത്പ്രഭാ വ്യാപിനി സാക്ഷാത് ശ്രീവത്സമുരസാ വിഭു, അതിൻ്റെ പ്രഭയാകുന്നു ശ്രീവത്സം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഭയാണ് നമ്മൾ കാണുന്നത്. ഒരു ഉറുമ്പ് പോലും ഇങ്ങനെ നടന്നു പോകുന്നത് അതിൻ്റെ പ്രഭയാണ്. അതിൻ്റെ പ്രഭയിലാണ് ഗരുഡൻ ആകാശത്തിൻ്റെ വിഹായസിൽ അങ്ങനെ പറക്കുന്നത്. അതിൻ്റെ പ്രഭയിലാണ് മത്സ്യങ്ങൾ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ പ്രഭയിലാണ് നമ്മൾ നടക്കുന്നത്, ഓടുന്നത്. എല്ലാം ഈ വിശ്വം എന്ന് പറഞ്ഞ് കാണുന്നത് അതിൻ്റെ പ്രഭയാണ്. അതിൻ്റെ പ്രഭയിലാണ് വൃക്ഷങ്ങൾ പൂക്കുന്നത്, കായ്ക്കുന്നത്, ഫലമുണ്ടാവുന്നത്. അതിൻ്റെ പ്രഭയല്ലാത്ത യാതൊന്നുമില്ല. തസ്യ ഭാസ സർവമിതം വിഭാതി, അതിൻ്റെ പ്രകാശമാണ് ഇതിനെ പ്രകാശിക്കുന്നത്. അതാണ് ഇവിടെ നേരത്തെ ജയറാംജി ഒരു സംശയം ചോദിച്ചിരുന്ന ഒരു ശ്ലോകം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം, അതിനെ പ്രകാശിപ്പിക്കാൻ സൂര്യന് സാധിക്കില്ല. ന ചന്ദ്രതാരകം, നക്ഷത്രങ്ങൾക്കോ ചന്ദ്രനോ ഒന്നും സാധിക്കില്ല.
പിന്നെയാണോ എൻ്റെ ഈ അഗ്നി കുതോയം അഗ്നി, പിന്നെ ഞാൻ ഈ ആരതി ഒഴിയുമ്പം ഞാൻ ഈ അഗ്നി കൊണ്ട് ഭഗവാനെ അങ്ങയെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയെ പ്രകാശിപ്പിക്കാൻ, ഈ അഗ്നി കൊണ്ട് പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. തസ്യ ഭാസ സർവമിതം വിഭാതി, അതിൻ്റെ പ്രകാശത്താലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രകാശത്താൽ സൂര്യൻ പ്രകാശിക്കുന്നു, അഗ്നി പ്രകാശിക്കുന്നു, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന അതിൻ്റെയൊക്കെ. ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ബൾബായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബൾബാകുന്ന സൂര്യന് പ്രകാശിക്കാനുള്ള ഇലക്ട്രിസിറ്റി അതാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്ന് പറയാതെ ഇവിടെ സ്വാത്മജ്യോതി, അതിനെ പ്രതിനിധാനം ചെയ്യുന്നു കൗസ്തുഭം. അപ്പം ശ്രീവത്സം എന്ന് പറഞ്ഞാൽ ആ പ്രകാശം, കൗസ്തുഭ ശ്രീവത്സം ഉരസാ വിഭു സ്വമായാം വനമാലാഖ്യാം. വനമാല എന്ന് പറയുന്നത് എന്താ? മായ തന്നെയാകും. മായ എന്ന് പറഞ്ഞാൽ നാമങ്ങളും രൂപങ്ങളും. അപ്പോൾ ഈ വിശ്വത്തിന് നമ്മൾ എന്ത് നൽകി? നാമങ്ങളും രൂപങ്ങളും നൽകി. നമ്മൾ പഠിച്ചു ഒരു ദിവസം ഒരു അമ്മൂമ്മയും കൊച്ചുമോനും തമ്മിലുള്ള സംഭാഷണം, ഓർമ്മ വേണം. ഇത് മൈക്ക്, ഇത് ഗ്ലാസ്, ഇത് ബുക്ക്, ഇത് ടേബിള്, ഇത് പേപ്പർ എന്നൊക്കെ പറയുമ്പം ഇത് എന്ന സാമാന്യവും വിശേഷമായിരിക്കുന്ന ഗ്ലാസ്, ബുക്ക്, പേപ്പർ, ടേബിള്, മാല, ഫ്ലാസ്ക്, ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞു പോകുന്നു. അത് വിശേഷങ്ങളാണ്. അതേതുപോലെ എന്നാൽ സ്വർണത്തിന് വളയെന്നും മാലയെന്നും കമ്മലെന്നും മോതിരമെന്നും അരഞ്ഞാണമെന്നും പറയുന്നത് പോലെ സ്വർണത്തിന് നാം നാമകരണം ചെയ്തതാണ്. സ്വർണത്തിൻ്റെ ഒരു പേരാണ് വള, സ്വർണത്തിനിട്ടൊരു പേരാണ് മാല. കാരണം ഒരു രൂപം സ്വീകരിച്ചപ്പം നമ്മൾ അതിനൊരു പേര് നൽകി. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങളാകുന്ന നാമരൂപാദികളെ ആകുന്നു മായ എന്ന് പറയും. ആ മായയെ റെപ്രസെൻ്റ് ചെയ്യുന്നു വനമാല. മനസ്സിലായി? പിന്നെയോ ഛന്ദോമയം പീതഹ, വേദം തന്നെയാകുന്നു ഭഗവാനോടുത്ത മഞ്ഞപ്പട്ട്. ബ്രഹ്മസൂത്രം ത്രിവൃത്സ്വരം എന്ന് പറഞ്ഞാൽ അക്ഷരം, അതായത് പ്രണവം. ആ ഉ മ. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഹ്മണ സമ്പ്രദായത്തിൽ പൂണുനൂല് വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളുടെ ആദ്യം തുടക്കത്തിൽ 3 ഇടുന്നത്. അതെ, തുടക്കത്തിൽ ഉപനയനത്തിൽ 3 ഇടുക. ഗുരു ഉപനയിക്കുന്ന സമയത്ത് 3 ഇടും. പിന്നെ ഒരു 3 കൂടെ ഒരു കട്ടി കൂടിക്കഴിഞ്ഞാൽ വിവാഹത്തിനാ തോന്നുന്നുണ്ട്. അതെ, അപ്പോൾ വിവാഹം കഴിഞ്ഞവനെ കണ്ടാലറിയാം ഒരു 3 കൂടെ കൂടിയിട്ടുണ്ടാവും. നമുക്ക് തോന്നുന്നു അതിൻ്റെ ഇതൊക്കെ പഠിക്കേണ്ടതുണ്ടാവും. കാരണം ഭാര്യയുടെയും കൂടെയാണ് താനത് ആയിരിക്കാം. അങ്ങനെ തൻ്റെ കൂടെ ഒരാളും കൂടെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടിയാവുമ്പം ചിലർ വിട്ടുപോകുമ്പം അങ്ങനെ അതിലേക്ക് ചേരുകയും വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നൊരു സംസ്കാരം ബ്രാഹ്മണ സമൂഹത്തിലുണ്ട്. നമ്പൂതിരി സമ്പ്രദായത്തിൽ 3 ഉള്ളൂ. വേളി കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ 3. അപ്പോൾ ഈ 3 ആ ഉ മ ഒരു കാലത്ത് എല്ലാവരും ഉപനയിച്ചിരുന്നു. അപ്പോൾ അകാരത്തെയും ഉകാരത്തെയും അകാരം, ഈ ആ ഉ മ എന്നതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് 3 നൂലുകൾ. അത് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് പ്രണവത്തെ. ആ പ്രണവത്തെയാണല്ലോ ഇന്നലെ നമ്മൾ കണ്ടത്. പ്രണവോ ധനുസ്സായിട്ട് കണ്ടത്. അപ്പോൾ പൂണുനൂലിനെയാണ് ഇവിടെ പ്രണവത്തെ പൂണുനൂലായിട്ടും അതുപോലെ തന്നെ പ്രണവത്തെ വില്ലായിട്ടും ഒക്കെ സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ പൂണുനൂലെന്ന് പറയുന്നത് ത്രിവൃത് സ്വരമായിരിക്കുന്ന, ത്രിവൃത് എന്ന് പറഞ്ഞാൽ 3 സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അകാര ഉകാരം അകാരം. ഈ ആ ഉ മ എന്നുള്ളതിൽ സർവശബ്ദങ്ങളുടെയും മാതാവാണ് പ്രണവം. എല്ലാ ശബ്ദങ്ങളും ഇതിൽ നിന്നാണ്. ആ ഉ എന്നത് സർവശബ്ദങ്ങളും. നിങ്ങൾ ഏത് ഭാഷ എടുത്താലും ആ ഉ മ അങ്ങനെ കണ്ടത്തിനകത്ത് നിന്ന് ചുണ്ട് പ്രത്യേക രൂപത്തിലാക്കി ചുണ്ട് രണ്ടും അടച്ചുകൊണ്ടാണ് ഏത് ഭാഷ എടുത്താലും. ഏത് ഭാഷയുടെയും അടിസ്ഥാനമായ 3 ശബ്ദങ്ങളാണ് ആ ഉ മ. ഏത് ഭാഷയുടെ ശബ്ദങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇതിനെ ത്രിവൃത് സ്വരം എന്ന് പറഞ്ഞത്. പിന്നെ ശംഖ്, ചക്രം, ഗദ പ്രാണതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓജസ്, സഹസ് എന്നുള്ള പ്രാണൻ. അതുപോലെ തന്നെ പത്മം ധർമ്മത്തെയും ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. താമര ജലതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ശംഖ് അഗ്നിതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചക്രം. അപ്പോൾ ശംഖ്, ചക്രം, ഗദ, പത്മം ഇതാണ് ഭഗവാന്റെ 4 കരങ്ങൾ. 4 കരങ്ങളിൽ 4 തത്വങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. പിന്നെ 2 മകരകുണ്ടലങ്ങൾ, കാതിലുകൾ.
ആ കാതലുകൾ ഒന്ന് സാങ്ക്യത്തെയും മറ്റൊന്ന് യോഗത്തെയും. സാങ്ക്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷ വിവേചനത്തിലൂടെയുള്ള ദർശനം. കാര്യകാരണ സ്ഥൂല സൂക്ഷ്മ നമ്മൾ പഠിച്ചു അത്. കാരണം സ്വർണത്തെ നമ്മൾ രണ്ട് വിധത്തിൽ കാണുന്നു, മാലയായും വളയായും മോതിരമായിട്ടും. അതേസമയം നമുക്കറിയാം ഈ വള, മാല, മോതിരം എന്നൊക്കെ പറയുന്നത് സ്വർണമാണ് എന്ന്. ഇങ്ങനെ രണ്ടായി കാണാനും രണ്ടില്ലാതെ ഒന്നിനെ കാണാനും ഒന്നിനെ കാണുന്ന കാണലിനെയാണ് ആ സാങ്ക്യം എന്ന് പറയുന്നത്. ആ സാങ്ക്യത്തിൻ്റെ പ്രായോഗിക പദ്ധതിയാണ് യോഗം. ആ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി, അഷ്ടാംഗ യോഗമാകുന്നു ഒരു കാതൽ. ഇത് രണ്ടുമാണ് രണ്ട് കാതലുകൾ. സാങ്ക്യം ച യോഗം ച മകരകുണ്ടലേ. പിന്നെ പറഞ്ഞത് മൗലിം പദം പാരമേഷ്ട്യം, സർവലോകാഭയങ്കരം, സർവർക്കും അഭയമേകുന്ന ആ പരമപദം ബ്രഹ്മപദത്തെയാണ് ഭഗവാന്റെ മൗലി, കിരീടം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കിരീടം ബ്രഹ്മപദത്തെ പ്രതിനിധാനം ചെയ്യുന്നു, രണ്ട് കാതലുകൾ സാങ്ക്യത്തെയും യോഗത്തെയും, പിന്നെ കൗസ്തുഭവും ശ്രീവത്സവും വനമാലയും. കൗസ്തുഭം ഈ പ്രപഞ്ചോർജത്തെയും, അതുപോലെ തന്നെ ശ്രീവത്സം അതിൻ്റെ പ്രഭയെയും, വനമാല മായയെയും, ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ട് വേദത്തെയും, ധരിച്ചിരിക്കുന്ന പൂണുനൂൽ പ്രണവത്തെയും, ഗദ പ്രാണതത്വത്തെയും, പത്മം ജ്ഞാനത്തെയും ധർമ്മത്തെയും, ശംഖ് ജലതത്വത്തെയും, ചക്രം അഗ്നിതത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അവ്യാകൃതം അനന്താക്യം ആസനം യദധിഷ്ഠിത, അനന്തമാകുന്ന ആദിയും അന്തവും ഇല്ലാത്തതിൽ ഭഗവാൻ അധിഷ്ഠിതനായിരിക്കുന്നു. നിൽക്കുന്നു, അല്ലെങ്കിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഈ തത്വം. കാരണം ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന അതിബൃഹത്തായ ചിന്താ പദ്ധതിയെ ചിത്രത്തിലാക്കി, ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ചിത്രത്തിലാക്കി. ഇതിനെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു, ഇതിന് വഴിപാട് നടത്തിയാൽ, ഇതിൽ പൂക്കളിട്ടാൽ, ഇതിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ നടക്കുമെന്ന്. അതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. അതാര് പറഞ്ഞാലും. കാരണം ഇതിപ്പം നമ്മളെന്താണ് ഇപ്പോൾ ഇതൊരു വലിയ ലബോറട്ടറിയിൽ ഒരു വലിയ സയൻസ് സെമിനാർ ഉണ്ടല്ലോ, ശാസ്ത്ര വലിയ സെമിനാറുകളിൽ അവതരിപ്പിക്കേണ്ടുന്ന ഒരു സാധനമാണ് ഇതൊരു ഡാവിഞ്ചി കോഡ് പോലത്തെ ഒരു കോഡാണ്, വ്യാസ കോഡാണിത്. വ്യാസർ അവതരിപ്പിച്ചതാണിത്. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിൽ ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്ന വിശ്വത്തെ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുക. ഇതൊരു വലിയൊരു ഇന്നത്തെ കാലത്ത് ഇത് കാരണം നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇന്ന് നമ്മൾ അതിൽ കൂടുതൽ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇന്ന് നോക്കൂ, നിങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലൊക്കെ പോയി നോക്കൂ, അവിടെ ടോയ്ലറ്റിനൊന്നും എഴുതി വെക്കില്ല. അവിടെ ഒരു സൈനാണ്, ടോയ്ലറ്റിനുള്ള ഒരു സൈന്, ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് സൈനാണ്. ചിലർക്ക് അത് അറിയാതെയാണ് ചിലർ ചാടിക്കയറും, എന്നിട്ട് അവിടുന്ന് അതേ സ്പീഡിൽ കാണാം അപ്പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത് ലേഡീസിൻ്റെയാണ്. ചിലർ ലേഡീസ് ജെൻസിൽ ചാടും, ജെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. അത് നമ്മൾ പഠിക്കണം. അപ്പോൾ വൈഫൈ ഇരിക്കുന്ന ഒരു കോർണർ, അപ്പോൾ വൈഫൈയുടെ അവിടെ ഉണ്ടാവും. ഹോട്ടലുകൾ എവിടെയാണ്, അപ്പോൾ അതിൻ്റേത് ഒരു സ്പൂണും ഫോർക്കും കൂടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സൈൻ ഉണ്ടാവും. ഇമിഗ്രേഷൻ എവിടെയാണ്, അപ്പോൾ ഇമിഗ്രേഷൻ്റെ പോയിൻ്റ് എവിടെയാണ്, ഒരു ഓഫീസറുടെ ഒരു സൈനിൽ ഒരു പാസ്പോർട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു ചെറിയ ഇതാണ് ഉണ്ടാവുക, അത് ഇമിഗ്രേഷൻ്റെയാണ്. എക്സിറ്റ് എവിടെയാണ്, എല്ലാം സൈനുകളാണ്. അപ്പോൾ ഇത് ചൈനക്കാരനും മനസ്സിലാവും, മംഗോളിയനും മനസ്സിലാവും, ഇംഗ്ലീഷുകാരനും മനസ്സിലാവും, അറബിക്കും മനസ്സിലാവും. അതല്ല ലോകത്തിലെ സകല ഭാഷയിലും ഇത് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ, അതുപോലെ ഈ നമ്മൾ വിട്ട് കഴിഞ്ഞാലുള്ള മെട്രോ എന്ന് പറയുന്ന ഹൈവേസിലൊക്കെ ഇത്തരം സൈനുകളാണ് കാണുക. എവിടെയാണ് പെട്രോൾ സ്റ്റേഷൻ, ആ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഫില്ലിംഗ് സ്റ്റേഷൻ, അതുപോലെ റെസ്റ്റോറൻറ്റ് എന്നൊന്നും വലുതാക്കി എഴുതില്ല, സൈൻ ഉണ്ടാവും. ഹോസ്പിറ്റൽ സൈന്, ലോഡ്ജിൻ്റെ സൈന്, എല്ലാം സൈനുകളാണ്. ഇന്ത്യ 10-25,000 കൊല്ലം മുമ്പ് അവതരിപ്പിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൈനാണിത്. നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നെഞ്ചിൽ തട്ടിയിട്ട് പറയാം, എൻ്റെ പൂർവികൻ അവതരിപ്പിച്ചിരിക്കുന്ന ആരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ പടച്ചു വിടുന്നത്. ഇവരെയൊക്കെ എന്താ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ? പച്ചമട്ടൽ എടുത്തിട്ട് കൊടുക്കണാട്ടി. ഇതൊന്നും മര്യാദയ്ക്ക് പഠിപ്പിക്കാതെ ഇങ്ങനത്തെ പൊട്ടതരങ്ങൾ പഠിപ്പിക്കുക. ഇത് എവിടെ പറഞ്ഞിരിക്കണു? ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടതല്ലേ? ഇതല്ലേ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്?
അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മുടെ കുട്ടികൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ അവർക്ക് ഏത് സബ്ജക്റ്റും അവർക്ക് ചിത്രത്തിൽ കൊണ്ടുവരാം. അതേപോലെ വേറൊരു ചിത്രം പറഞ്ഞു തന്നല്ലോ, ഏകായനമായിരിക്കുന്ന ഒരു ആശ്രയമായിരിക്കുന്ന ഒരു വൃക്ഷം, മഹാവൃക്ഷമാകുന്നു അങ്ങ്. 2 പഴങ്ങൾ, 3 വേരുകൾ, 4 രസങ്ങൾ, 5 ഭാവങ്ങൾ, 6 പ്രകാരത്തിൽ എന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെയോ കൂടാതെ 2 കിളികളും ഉള്ള ഒരു വൃക്ഷത്തെ പറഞ്ഞില്ലേ? ആ വൃക്ഷത്തിൽ എന്തായി പറഞ്ഞിരിക്കുന്നത്? ഏകാശ്രയം, ബ്രഹ്മാശ്രയം, 2 പഴങ്ങൾ, സുഖം, ദുഃഖം, 3 വേരുകൾ, സത്വം, രജസ്, തമസ്, 4 രസം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 5 ഭാവങ്ങളിൽ എന്താണ്? ശബ്ദ, സ്പർശ, രസ, രൂപഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയങ്ങൾ. കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഘ്രാണിക്കുന്നു, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 6 ഭാവങ്ങളെന്ന് പറഞ്ഞാൽ ഉണ്ടായി, നിലനിന്ന്, വളർന്ന്, പെരുകി, ക്ഷയിച്ച് നശിക്കുന്നത്. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷിയതേ വിനശ്യതി. 7 സപ്തധാതുക്കൾ, ത്വങ്, മാംസ, രുധിര, സ്നായു, മേധോ, മജ്ജ, അസ്ഥി. 8 പഞ്ചമഹാഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന ബോധവും. പ്രകൃതി അഷ്ടധ എന്ന് പറയും. 9 ദ്വാരങ്ങൾ. 9 ദ്വാരങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ 2 ദ്വാരം, കാതിൻ്റെ 2 ദ്വാരം, മൂക്കിൻ്റെ ദ്വാരം, മുഖ്യ ദ്വാരമായിരിക്കുന്ന വായ. ഇങ്ങനെ 7 ദ്വാരം, 2 മലമൂത്ര വിസർജനേന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങൾ. ഈ ദ്വാരങ്ങളോട് കൂടിയ 2 പക്ഷികൾ, അതിൽ 10 ഇലകൾ, പ്രാണാപാന വ്യാന ഉദാന സമാനന്മാരും കൃഗൻ, ദേവദത്തൻ, ധനഞ്ജയൻ, നൃഗൻ എന്ന് പറയുന്ന ഉപപ്രാണന്മാരും 2 കിളികൾ, ജീവാത്മാ പരമാത്മ വസിക്കുന്ന ഒരു വൃക്ഷമാകുന്നു എന്ന് പറഞ്ഞു തന്നു. അപ്പം നമ്മളെ ഒരു വൃക്ഷത്തിൻ്റെ ചിത്രത്തിൽ കാണിച്ചു തന്നു. ഇതൊക്കെ അവരുടെ പഠിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പിടികിട്ടിയാൽ, ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റും പുഷ്പം പോലെ കുട്ടികൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ഏതും അവന് ചിത്രം വരയ്ക്കാൻ പറ്റും. ലാസ്റ്റ് സപ്പറിലൊക്കെ ഇന്ന് കൊണ്ടുപിടിച്ച് ചർച്ച നടക്കുന്നുവല്ലോ, ഡാവിഞ്ചി കോഡാണെന്നും പറഞ്ഞിട്ട്. അതെ, മൊണോലിസ അതിൽ എന്തൊക്കെയോ സംഭവം പറഞ്ഞിരിക്കണമെന്ന് പറയണു. ഇപ്പോൾ ഓരോരുത്തർ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇത് കൃത്യമായി നമ്മൾ നാടൻ ഭാഷയിൽ വായ തോന്നിയ കോതയ്ക്ക് പാട്ടല്ല. ഇതിൽ ശ്ലോകരൂപത്തിൽ വാങ്മയ ചിത്രമായി വ്യാസർ കൃത്യമായി ശ്ലോകം രചിച്ചിരിക്കുന്നു. കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർബിഭർത്യജ. കൗസ്തുഭ വ്യപദേശേന എന്ന വാക്ക ഉപയോഗിച്ച് വ്യപദേശിച്ചിരിക്കുന്നു. റെപ്രസെൻറ്റേഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ എത്രമാത്രം പ്രസക്തങ്ങളാണ്. അപ്പം നമുക്കറിയാം, ബെൻസിൻ്റെ എംബ്ലം കണ്ട നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കൂ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല. കാറിൽ പോകുമ്പോൾ, മോനെ അതേതാ കാറ്? അവൻ പറയും അതാ അമ്മൂമ്മ ഓടി പോണാന്ന്. ഓടിയോ? അത് ഓടിപ്പോണെന്നാണോ മോൻ പറഞ്ഞത്? അല്ല അമ്മൂമ്മ ഓടി എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് എനിക്കറിയില്ല മോനെ ഓടി. എന്നാൽ ഞാൻ കാണിച്ചു തരാം. അതാ അതിൻ്റെ പിറകിൽ നോക്കൂ, വട്ടം കണ്ടോ അമ്മേ? അത് തന്നെ ഓടി. ആ പോണതോ അത് ഹോണ്ട. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും? അത് എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇവൻ എന്താ പറയുക, കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇത്തരം സിമ്പലുകളിലാണ്. ആ പുതിയ കുട്ടിക്ക് ഇതൊക്കെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് അടി കിട്ടണ്ടേ? അവനാണ് ഈ സിമ്പലുകൾ ഏറ്റവും എളുപ്പത്തിൽ അറിയുന്നത്. ഒരു അംബാസഡർ കാറിൻ്റെ പിറകിൽ ഓടിയുടെ ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കും ഇത് ഓടിയാണോ എന്ന്. ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. അവൻ പറയും അത് ഓടിയൊന്നുമല്ല, അത് അവർ വെറുതെ വെച്ചതാണ് എന്ന് പറയും. ഇപ്പം നമ്മുടെ സ്ഥിതി ഇതൊക്കെ തന്നെ, എങ്ങനെ ഓരോന്ന് വെച്ചിരിക്കുക. അപ്പം ഇത് എന്തിനു ക്ഷേത്രങ്ങൾ? അപ്പം ക്ഷേത്രങ്ങളിൽ ഇതായിരുന്നു പഠിപ്പിച്ചിരുന്നത്, ക്ഷേത്രങ്ങൾ അതായിരുന്നു. അപ്പം അതിനോട് എനിക്കുള്ള എൻ്റെ ബോധമണ്ഡലത്തിലേക്ക് അത് ഇങ്ങനെ ഉണ്ടാക്കി തരികയാണ്. അപ്പം ഞാൻ ആ പ്രപഞ്ചവുമായി താതാത്മ്യപ്പെടുകയാണ്. അത് എൻ്റെ രൂപമാക്കുകയാണ്. ഇത് നമ്മുടെ രൂപമാണ്. ഇനി മാത്രമല്ല, ഇതിൽ നിന്നാണ് നമ്മുടെ ആഭരണങ്ങളും കാതിലുകളും ഒക്കെ ഉണ്ടായത്. അപ്പം നമ്മളിത് ഓരോന്ന് എടുത്തണിയുമ്പം നമ്മളിത് കൗസ്തുഭമാണെന്നും ശ്രീവത്സമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എളുപ്പമായി. എൻ്റെ കൗസ്തുഭം എവിടെ? എൻ്റെ ശ്രീവത്സം എവിടെ? ആ നിലയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറയ്ക്കും.
നിങ്ങൾ വേറൊരാളുടെ കഴുത്തിൽ കാണുമ്പോൾ ശ്രീവത്സവും കൗസ്തുഭവും വനമാലയായി കണ്ടാലോ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോഴാണ് ഇത് സ്വർണ്ണമാണോ അതോ ഇത് 1 ഗ്രാമാണോ, അത്രയൊന്നും ഉണ്ടാവും തോന്നുന്നു, എവിടെ നിന്ന് അങ്ങനെ തോന്നുന്നു. അപ്പോൾ അങ്ങനെ കാണണ്ട. കൗസ്തുഭം ശ്രീവത്സം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞുവല്ലോ. അപ്പോൾ ശ്രദ്ധിക്കൂ, ഈ ഒരു എഡ്യൂക്കേഷനാണ് നമുക്ക് ആവശ്യം. സ്വാമി ഇനി ഈ വഴിയിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. കൃഷ്ണദേവൻ പറയാം, സ്വാമി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, അതിൽ കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ കേട്ടിട്ട് തലയ്ക്കിങ്ങനെ എന്താ പറയുക എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അത് അപ്പം നമ്മൾ ആലോചിക്കും, ഇതൊക്കെ ആനിമേഷനിൽ എന്തൊക്കെ സാധ്യതയുണ്ട്. നമ്മളിനി അടുത്തതിൽ അവതരിപ്പിക്കാൻ പോകണം ഇതിൻ്റെ വലിയ സ്ക്രീനിലുള്ള പ്രൊജക്ഷനാണ്. ഇതിനെ ആദ്യം അങ്ങോട്ടേക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും, ഫസ്റ്റ്ലി ഈ രൂപം, പിന്നെ അതിന്ന് എല്ലാം മാറിയിട്ട് എന്താ പറയുക കൗസ്തുഭം മാത്രം ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കൗസ്തുഭത്തിൻ്റെ ക്ലാസ്, പിന്നെ അടുത്തത് ശ്രീവത്സം എന്ന് പറയുമ്പോൾ ശ്രീവത്സം ഇങ്ങനെ വരും, പിന്നെ വനമാല പറയുമ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് അവസാനം ഗുരുവായൂരപ്പൻ പൂർണ്ണനായി വന്ന് ഒരു മണിയടി ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞാൽ അതിനൊരന്തസ്സുണ്ട്. അപ്പോൾ ഉള്ളിൽ നടക്കും ഒരാരതി, ഒരറിവിൻ്റെ ആരതി. അതല്ല, ഇതിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കി കുത്തി തിക്കി തിരക്കി. ഇതൊരു വലിയ എഡ്യൂക്കേഷനാണിത്. ഇത് മറ്റു മതങ്ങളെ പോലെയല്ല. ഇതിൻ്റെ രീതിയേ വേറെയാണ്. പക്ഷേ ഇവിടെ കുറേ പേര് മറ്റതിൻ്റെ പാളയത്തിൽ കൊണ്ട് അതിൻ്റെ കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടിയിടാൻ ശ്രമിക്കുക. ക്രിസ്തു ജീവിച്ചിരുന്നുണ്ട്, കൃഷ്ണനും ജീവിച്ചിരുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ കൃഷ്ണൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കുഴപ്പം എന്ന്. പക്ഷെ എൻ്റെ പൊന്നു മോനെ, ഇതാണ് ചിലരുടെ പ്രശ്നം. ക്രിസ്തു വേറെ കൃഷ്ണൻ വേറെ. ദിലീപ് ഏതോ ഒരു സിനിമയിൽ പറയും, നമ്മളൊക്കെ ഒന്നല്ലടോ. ചാന്തുപൊട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചാന്തുപൊട്ട ആധ്യാത്മികതയ്ക്ക് അപ്പോൾ ഇവിടെ വലിയ പ്രസക്തി അല്ല, അത് ആൾ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ക്രിസ്തുവിലും കൃണ്ട്, കൃഷ്ണനിലും കൃണ്ട്, മുക്രിയിലും കൃണ്ട്, നമ്മളൊക്കെ ഒന്നല്ലേ. അപ്പം ഇങ്ങനെ ഒരു വെച്ചുകൊണ്ടുള്ള ഒരു ഉണ്ടല്ലോ, അതൊക്കെ അറിവുകേടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് അതിനൊക്കെ ഒരു പ്രമാണമായിക്കൊണ്ടുള്ള കൃഷ്ണോപനിഷത്താണ്. കൃഷ്ണോപനിഷത്ത് സാമവേദത്തിലും അഥർവവേദത്തിലും ഉണ്ട് എന്ന് 2 പക്ഷമുണ്ട്. എന്തായാലും വേദത്തിൽ പെടുന്നു, സാമത്തിലോ അഥർവത്തിലോ. നമ്മൾ ആ വേദം എടുത്ത് നോക്കി കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ കൃത്യം സ്ഥലം അറിയാത്തതുകൊണ്ട്, കാരണം സ്വാമിയുടെ ആശ്രമത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേദമാണ്, 4 വേദമാണ്. വേദമാണ് നമ്മുടെ അവിടുത്തെ പ്രതിഷ്ഠ. ടെമ്പിൾ ഓഫ് നോളേജ് എന്നാണ് സ്വാമി സാളഗ്രാമം ദ ടെമ്പിൾ ഓഫ് നോളേജ്. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ആശ്രമത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട് വേദം. അപ്പം അത് ഇനി നോക്കണം, നോക്കുക, കുറച്ച് മെനക്കെട്ട പണിയാണ്. അഥർവവേദത്തിൽ വരുന്നു, സാമവേദത്തിലും ചിലപ്പോൾ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ വേദത്തിൽ വരും. ഒൻപതാമത്തെ പേജിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സാൻസ്ക്രിറ്റ് ഇത് വേണമെങ്കിൽ ഹിന്ദി, നമുക്ക് ബോംബെയിൽ ഹിന്ദിക്കാരുള്ളതല്ലേ, ഹിന്ദിയും സാൻസ്ക്രിറ്റും ലിപി വ്യത്യാസമൊന്നുമില്ല. ഗൂഗിളിൽ അടിച്ചാൽ മതി, PDF ഫോർമാറ്റ് കിട്ടും. കൃഷ്ണോപനിഷത്ത് നിന്ന് അടിച്ചാൽ കിട്ടും, PDF കിട്ടും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം തന്നെ ഫോണിലുണ്ടെങ്കിൽ അടിച്ചോളൂ. ഒരു കഥ പോലെയാണ് ഉപനിഷത്ത് തുടങ്ങുന്നത്. നോക്കാം. ശ്രീ മഹാവിഷ്ണും സച്ചിദാനന്ദ ഹരി ഓം ശ്രീ മഹാവിഷ്ണും സച്ചിദാനന്ദ ലക്ഷണം രാമചന്ദ്രം ദൃഷ്ട്വാ സർവാംഗസുന്ദരം മുനയോ വനവാസിനഃ വിസ്മിതാ ബഭൂവു തം ഓജുർ നോ അവദ്യം അവതാരാന്വൈഹി ഗണയന്തേ ആലിംഗാമോ ഭവന്തമിതി ഭവാന്തരേ കൃഷ്ണാവതാരേ യൂയം ഗോപികാ ഭൂത്വ മമ ആലിംഗ അധ അന്യേ യേ അവതാരാഹ തേ ഹി ഗോപാഹ ന സ്ത്രീശ്ച നോ കുരു അന്യോന്യ വിഗ്രഹം ധാര്യം തവ അംഗസ്പർശനാത് ഇഹ ശശ്വത് സ്പർശയിത അസ്മാകം ഗൃണീമഹ അവതാരാൻവയം. ഗദ്യമായിട്ടുള്ള ഒരിതാണ്. എന്താണ്? ശ്രീ മഹാവിഷ്ണു സച്ചിദാനന്ദ ലക്ഷണം രാമചന്ദ്രം ദൃഷ്ടുവ. സച്ചിദാനന്ദ ശ്രീ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എങ്ങനെയുള്ള രാമചന്ദ്രനാണ്? മഹാവിഷ്ണുവാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. സത് ചിത് ആനന്ദം.
ഇതാണ് ഭഗവാന്റെ മറ്റൊരു കൃഷ്ണനെ തന്നെ നമ്മൾ സ്തുതിക്കുന്നത് അങ്ങനെയാണ്. സച്ചിദാനന്ദരൂപായ, അത് മാത്രം പഠിച്ചാൽ മതി. വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സത് ചിത് ആനന്ദം, ഇതാണ് ഭഗവാന്റെ സ്വരൂപം. സത് എന്ന് പറഞ്ഞാൽ അസ്ഥി, ചിത് എന്ന് പറഞ്ഞാൽ ഭാതി. സത് ചിത് ആനന്ദം പ്രിയം, അസ്ഥിഭാതി പ്രിയം എന്ന് വേദാന്തത്തിൽ മറ്റൊരു പ്രയോഗം. ഇതെല്ലാം സച്ചിദാനന്ദമാണ്. എന്ത്? ഈ കാണുന്നതെല്ലാം, ഈ ഗ്ലാസ് ഉൾപ്പെടെ സച്ചിദാനന്ദമാണ്. നമ്മളെ സംബന്ധിച്ച് ചിലർ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സച്ചിദാനന്ദ കട്ട എന്ന്. ഈ ചില ഭാഗവതാചാര്യന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സച്ചിദാനന്ദ കട്ടയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഇഷ്ടിക പോലെയോ അല്ലെങ്കിൽ ബേക്കറിയിലെ ഹലുവ പോലെയോ ഒക്കെ ഉള്ള ഒരു സ്വർണത്തിൻ്റെ വലിയൊരു കട്ട എന്ന്. കാരണം കട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ അറിയാം ഇഷ്ടിക, ഈ സമചതുരത്തിലിരിക്കുന്ന വെട്ടുകല്ല്. എന്ന സച്ചിദാനന്ദ കട്ട എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു കട്ട. ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ കട്ട എന്നൊന്നും ഇതിൽ കാണില്ല. സത് എന്ന് പറഞ്ഞാൽ സത് മാത്രം, സത് അസ്തിത്വം, ഉണ്മ. സത് തത് എന്നൊക്കെ പറയുന്നത് ഒരേ സാധനത്തിനെയാണ്. അതിനെ പറയും സന്മാത്രം, തന്മാത്രം, ചിന്മാത്രം. സത്താമാത്രം, ചിന്മാത്രം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അപ്പോൾ സത് എന്ന് പറഞ്ഞാൽ ഉണ്മ, എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതെന്തുണ്ട്? ഇതുണ്ട്. ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിനൊരു ഉണ്മയുണ്ട്. ഗ്ലാസ് നിലനിൽക്കുന്നു. അതാണ് സത്. എല്ലാം പ്രപഞ്ചം മുഴുവൻ സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദമല്ലാത്ത യാതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടുന്ന് തുടങ്ങണം? മൈക്ക് സച്ചിദാനന്ദമാണ്, ഗ്ലാസ് സച്ചിദാനന്ദമാണ്, ഇത് സച്ചിദാനന്ദമാണ്. ഇതൊക്കെ സച്ചിദാനന്ദമാണെങ്കിൽ മാത്രമേ ഞാനും നീയും മറ്റവനും ഒക്കെ സച്ചിദാനന്ദമാകുന്നുള്ളൂ. അല്ലാതെ സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതെ വേറൊരു സാധനമല്ല. നമ്മളിൽ ബഹുഭൂരിഭാഗത്തിൻ്റെയും വിചാരം അങ്ങനെയാണ്. ജമ്മത്ത് ആർക്കും കാണാൻ പറ്റാത്ത എന്തോ ഒരു സാധനമാണ് സച്ചിദാനന്ദം. നിങ്ങൾ അങ്ങനെ കരുതിയെങ്കിൽ പെട്ടു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സച്ചിദാനന്ദമാണ്. 3 ഭാവങ്ങളാണത്. സത്, പിന്നെയോ ചിത്. ആ ചിതിന് എന്താണ്? ചിത് എന്ന് പറഞ്ഞാൽ അസ്ഥി. ചിത് ഭാതി, പ്രകാശിക്കുന്നു. ഇത് പ്രകാശിക്കുന്നു. ഇത് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുന്നു എന്നല്ല. ഇതിൻ്റെ എക്സിസ്റ്റൻസ്, ഇതിൻ്റെ ഉണ്മയെ നമുക്ക് പ്രകടമാക്കി തരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇതിൻ്റെ ഉണ്മ, ഇത് ഉണ്ട് എന്നത് നമുക്ക് വിഷയമായി തീരുന്നു. ഗ്ലാസിൻ്റെ ഉണ്മ നമ്മുടെ ബോധതലത്തിൽ ഈ ഒരു രൂപം നമുക്ക് പ്രകടമാക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ ഉണ്മയാണ്. അത് ഭാതി, അത് പ്രകാശിക്കുന്നു. അതാണ് പ്രകാശം. ഇങ്ങനെയെല്ലാം തന്നെ പ്രകാശിക്കും. അപ്പോൾ അസ്ഥി, ഭാതി. പിന്നെ ഇത് പ്രിയമാണ്. പ്രിയമായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇതിൽ നമുക്ക് എന്തുണ്ട്? പ്രിയമുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രിയമായിരിക്കും, മറ്റുള്ളവർക്ക് അപ്രിയമായിരിക്കാം. എന്തായാലും ഇതിനെന്ത് വേദാന്തി പറയുക? ഈ 3 ഭാവങ്ങളാണ് ഇതിനുള്ളത്. അസ്ഥിഭാതി പ്രിയം. അപ്പോൾ അതിൻ്റെ പേരാണ് സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദ രൂപായ, അങ്ങനെയുള്ള സച്ചിദാനന്ദമായിരിക്കുന്ന, അതേപോലെ അതെന്താണ്? വിശ്വോത്പത്യാദിഹേതവേ. വിശ്വത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിക്കും ഉണ്ടാകലിനും നിലനിൽപ്പിനും തിരോധാനത്തിനും കാരണമായിട്ടുള്ള ഹേതു, കാരണം. വിശ്വോത്പത്യാദി. ഉത്പത്യാദി എന്ന് പറഞ്ഞാൽ ഉണ്ടാകൽ, നിലനിൽക്കൽ, ഇല്ലാതെയാകൽ. അതാണ് ഉത്പത്യാദി മുതലായ. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ഇതൊക്കെ സയൻസ് കുട്ടികൾ പഠിക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കണം. സയൻസ് ക്ലാസ്സിലാണ് ഈശ്വരനെ പഠിപ്പിക്കാൻ ഏറ്റവും സൗകര്യം. ഭാരതീയ ദർശനത്തിൽ ഇതര മതങ്ങളുടേത് സയൻസിൻ്റെ പുറത്താണ്. കാരണം അത് സയൻസുമായിട്ട് ഒരിക്കലും ചേരാത്തതാണ്. കാരണം എപ്പോഴും അടിയാണത്. അതുകൊണ്ട് പറയാം, നമുക്കതിനോടൊന്നും ഒരു വിരോധമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ വിശ്വോത്പത്യാദി ഹേതവേ, വിശ്വത്തിൻ്റെ ഉത്പത്തിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണമായിട്ടുള്ള,
എന്ന് പറയുമ്പം എന്താണോ ഉണ്ടാകുന്നത്, എന്താണോ നിലനിൽക്കുന്നത്, എന്താണോ ഇല്ലാതെയാകും. അപ്പോൾ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയാകും. ഇതിനെയാണ് GOD എന്ന് പറയുന്നത്. ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ. GOD പാർട്ടിക്കിൾ നല്ലൊരു പേരാണത്, ഗോഡ് പാർട്ടിക്കിൾ എന്നത്. എല്ലാറ്റിനെയും ഉണ്ടാക്കുന്നു, നിലനിർത്തുന്നു, ഇല്ലാതെയാക്കും. ദൈവകണം, ഹിഗ് ബോസോൺസ്. അപ്പോൾ ഇവിടെ എന്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൽ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയാകും. അതേസമയം നമ്മൾ അവതരിപ്പിച്ച പത്തരമാറ്റ് സയൻസ് ഉണ്ട്, ഗീതയിലും ഉപനിഷത്തിലും ഒക്കെ കാണാം. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ സ്ത്വനയോ തത്വദർശിഭിഃ. അവിടെയാണ് ഭാരതീയ ഋഷീശ്വരന്മാരെ തത്വദർശികൾ എന്ന് പറയുന്നത്. ആരാ തത്വദർശി? ഇതാണ്. ന അസതഃ വിദ്യതേ ഭാവഃ. ഇല്ലാത്തതിന് ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ ഇല്ല, ഉള്ളതിന് ഇല്ലാത്തൊരവസ്ഥയും ഇല്ല. ഉള്ളതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മയോ എന്നൊന്നില്ല എന്നറിഞ്ഞവനാണ് തത്വദർശി. ഇത് മാത്രമേ അറിയാനുള്ളൂ. ഇതാണ് നമ്മൾ ചതുശ്ലോകി ഭാഗവതം, സമയം കിട്ടിയാൽ എന്തായാലും പഠിക്കും. ചതുശ്ലോകി ഭാഗവതത്തിൽ 4 ശ്ലോകങ്ങളാണ്. ബ്രഹ്മത്തിൻ്റെ ലക്ഷണം, ജഗത്തിൻ്റെ ലക്ഷണം, മായയുടെ ലക്ഷണം, അതുമായിട്ടുള്ള അസോസിയേഷൻ. ഇത്രയേ ഉള്ളൂ ചതുശ്ലോകി. 4 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ 4 ശ്ലോകങ്ങളിൽ നിന്ന് 18,000 ശ്ലോകം ഉണ്ടായത്. അല്ലെങ്കിൽ ഈ 4 ശ്ലോകമാണ് 1.25 ലക്ഷം ശ്ലോകം മഹാഭാരതം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലേ ചതുശ്ലോകി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചതുശ്ലോകി എന്തായാലും ചിന്ത ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്ന. അപ്പോൾ പറയുമ്പോൾ കേമായിട്ടൊക്കെ പറയും. ആരെ ഈ ഭഗവാൻ ബ്രഹ്മാവ്? ആരെ ഈ ബ്രഹ്മാവ്? ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ശിവകാശി കലണ്ടറിൽ ഇരിക്കുന്നതല്ല ബ്രഹ്മാവ്. ബ്രഹ്മാവ് ബുദ്ധിയാണ്, ബുദ്ധിസ്ഥാനീയനാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, ശിവൻ ഉപസംഹരിക്കും, വിഷ്ണു പരിപാലിക്കുന്നു. ഇതെല്ലാം നമ്മളിലായിരിക്കുന്നത്. നമ്മളാണ് ഓരോന്നിനെ സൃഷ്ടിക്കുന്നത്. നമ്മളൊരു കഥ എഴുതുന്നു, പിന്നെ ആ കഥ തന്നെ വേണ്ടാന്ന് വയ്ക്കുന്നു, വീണ്ടും എഴുതുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുന്നു, നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്നു, നമ്മളൊരു വീടുണ്ടാക്കുന്നു, ഇടിച്ചു പൊളിച്ച് വീണ്ടും വേറൊന്നുണ്ടാക്കുന്നു. മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കുന്നു. വാഹനം ഉണ്ടാക്കി ആൾട്ടർ ചെയ്ത്. പണ്ട് വാഹനം എന്തിനായിരുന്നു? ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയാണ്. ഇപ്പോഴോ? ഇപ്പം അതിൽ എന്തൊക്കെയാണ്? ഫ്രിഡ്ജായി, വാഷിംഗ് മെഷീനായി, എല്ലാം ആയി. അപ്പോൾ സൗകര്യങ്ങൾ കൂട്ടിക്കൂട്ടി നമ്മൾ കൊണ്ടുവരും. അപ്പോൾ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ, ഇതിൻ്റെ ഉണ്ടാകൽ, നിലനിൽക്കൽ, ഇല്ലാതെയാകൽ. നോക്കിക്കോളൂ, ഇത് ഗ്ലാസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഗ്ലാസ് നിലനിൽക്കുന്നു, ഈ ഗ്ലാസ് ഇല്ലാതെയാകുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടുമില്ല, അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലാതെയാകുന്നില്ല. അത് നിങ്ങൾ അറിയണമെങ്കിൽ സയൻസിൻ്റെ വഴിയെ പോയാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ സയൻസ് നല്ല കാലത്തിന് നമുക്ക് ഈ വേദാന്തത്തിനേക്കാൾ വിശ്വാസമുള്ള ഒരു ഇതാണ്. സയൻസിൽ നിങ്ങൾ പോയാൽ സയൻസും പറയുക അത് തന്നെയാണ്. ഗ്ലാസ് പറയുന്നൊരു സാധനം ഇല്ലാത്തതാണ്. കാരണം ഇതിൽ നമ്മൾ പറയും സ്റ്റീൽ എന്ന് പറയുമ്പോൾ, സ്റ്റീൽ എന്ന് പറയുന്ന ലോഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് സ്റ്റീൽ. നമ്മളിട്ട പേരാണ്. ചൈനക്കാരൻ സ്റ്റീൽ എന്നൊന്നുമില്ല പറയാം. രാമകൃഷ്ണദേവൻ സിമ്പിളായിട്ട് പറയും, ഒരു തടാകത്തിൻ്റെ ഇപ്പുറത്തിരിക്കുന്നവൻ ജലത്തിന് വിളിക്കുന്നത് തണ്ണിയെന്നും, അപ്പുറത്തിരിക്കുന്നവൻ വാട്ടർ എന്നും, ഇപ്പുറത്തിരിക്കുന്നവൻ പാനി എന്നും, അപ്പുറത്തിരിക്കുന്നവൻ നീരെന്നും പറയും. ഏത്? ഈ പറഞ്ഞ സാധനം ഇത് 4 അല്ല. നമ്മൾ അടികൂടുകയാണ്. നീരാണ്, വാട്ടറാണ്, പാനിയാണ്, തണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞ് തണ്ണി അടിച്ചിട്ട് അടികൂടുക. ഇതൊന്നും അല്ലാത്തൊരു അസ്തിത്വം ഉണ്ട് അതിന്. അപ്പം ഇതുണ്ടായിട്ടുണ്ടോ? ഇത് തൽക്കാലം ഉണ്ടായിട്ടുണ്ട്, ഇതില്ലാതെയാവില്ല. അപ്പോൾ ഇതിന് പ്രാഗഭാവം, പ്രധ്വംസ അഭാവം എന്ന് പറഞ്ഞിട്ട് വേദാന്തത്തിൽ ഒരു ഇതുണ്ട്. നമുക്കത് ചതുശ്ലോകിയിൽ നന്നായി പഠിക്കാം. സച്ചിദാനന്ദ രൂപം എന്ന് പറഞ്ഞാൽ
വിശ്വോത്പത്യാദി ഹേതവേ, ഇതിൻ്റെ ഉണ്ടാകലും നിലനിൽക്കലും ഇല്ലാതെയാകലിനും കാരണമായിട്ടുള്ളത് ഏതാണോ? അപ്പം സച്ചിദാനന്ദ രൂപായ അസ്ഥിഭാതി പ്രിയ രൂപത്തിലുള്ള വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ, ഇതറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ദുഃഖത്തിന് അറുതി ഉണ്ടാവുള്ളൂ. താപത്രയോന്മൂലനം. താപത്രയങ്ങൾ എന്തൊക്കെയാണ്? ആദിദൈവിക, ആദിഭൗതിക, ആധ്യാത്മിക. തന്നെ സംബന്ധിക്കുന്നത്, തൻ്റെ ചുറ്റുപാടിൽ നിന്നുള്ളത്, പ്രകൃതിയിൽ നിന്നുള്ളത്. ഇത് മൂന്നിൻ്റെയും പൂർണ്ണമായ വിരാമം, വിനാശത്തിനായിട്ട് സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. അതിനായിക്കൊണ്ടാണ് ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം, ഞങ്ങൾ നമസ്കരിക്കുന്നു അങ്ങേ. അപ്പോൾ ഇവിടെയും പറയുന്നത് ആരാണ്? സച്ചിദാനന്ദ ലക്ഷണം. ആര്? രാമൻ. രാമൻ്റെയും ലക്ഷണം അതാണ്, കൃഷ്ണൻ്റെയും ലക്ഷണം അതാണ്, എല്ലാവരുടെയും ലക്ഷണം അതാണ്, നമ്മുടെയും ലക്ഷണം അതാണ്. സച്ചിദാനന്ദ ലക്ഷണം രാമചന്ദ്രം ദൃഷ്ടുവ, കണ്ടിട്ട് സർവാംഗസുന്ദരനാണ്. വനയ വനവാസിനഃ മുനയഃ, വനവാസികളായിരുന്ന മുനിശ്രേഷ്ഠന്മാർ വിസ്മിതാ ബഭൂ, വളരെ സന്തോഷവാന്മാരായി രാമചന്ദ്രനോട്, ഭഗവാനോട് അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? തം ഹോജു, അവരോട് പറഞ്ഞു, നഹ അവധ്യാവതാരാന്വൈഹി ഗണയന്തേ ആലിംഗാമോ ഭവന്തമിതി ഭവാന്തരേ കൃഷ്ണാവതാരേ യൂയം ഗോപികാ ഭൂത്വ മമ ആലിംഗാത അന്യേ അവതാരാഹ തേഹി ഗോപാഹ ന സ്ത്രീശ്ച നോക്കുരു. അതായത് അങ്ങ് ഈ കൃഷ്ണനായി അവതരിക്കുമ്പോൾ ഞങ്ങൾ ഗോപന്മാരും ഗോപികളും ഒക്കെ ആയിട്ട് അങ്ങയോടൊപ്പം ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങയുടെ കരസ്പർശവും ആലിംഗനവും ഇതൊക്കെയായിട്ട് ഞങ്ങൾക്കും അങ്ങയോടൊപ്പം കഴിയണം എന്ന ആഗ്രഹമുണ്ട്. അതൊന്ന് അങ്ങ് സാധിപ്പിച്ചു തരണം. ഇതൊരു കഥാരൂപത്തിൽ പറയുകയാണ്. ഇതൊരു ഈ കഥയുടെ ഈ ഒരു വഴിയുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് പ്രകൃതിയിൽ കണ്ടെത്താൻ സാധിക്കും. ഒരു ജലകണം വിഘടിക്കുന്ന സമയത്ത്, അത് വിഘടിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന സമയത്ത് ആ ജലഗണത്തിന് ജലഗണം പറയുന്നുണ്ട്. ആരോട് പറയുന്നു? വായുവിനോട് പറയുന്നു, ആകാശത്തോട് പറയുന്നു. അത് കൊണ്ടുപോകുന്ന സമയത്ത് മഴയായി പെയ്തിറങ്ങാൻ അത് ആഗ്രഹിക്കുന്നു.